സുഹൃത്തുക്കളെ, ആസിഫ് അലി, മലയാളത്തിൻ്റെ പ്രിയ നടൻ ആസിഫ് അലി അപമാനിക്കപ്പെട്ടു എന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ വരുന്ന വിവരം. പൊതുചടങ്ങിൽ വെച്ച് പണ്ഡിറ്റ് രമേശ് നാരായണന് അവാർഡ് കൊടുക്കാൻ സംഘാടകർ ആസിഫ് അലിയെ വിളിക്കുകയായിരുന്നു. അതേസമയം തന്നെ ഈ അവാർഡ് സ്വീകരിക്കുന്നത് ആസിഫ് അലിയിൽ നിന്നും സ്വീകരിക്കാൻ വിമുഖത ഫലത്തിൽ കാട്ടുകയാണ് രമേശ് നാരായണൻ ചെയ്തത്. ഈ അവാർഡ് ഫലകം വാങ്ങി, പക്ഷേ അതിനപ്പുറത്തേക്ക് അത് വീണ്ടും സംവിധായകൻ ജയരാജനെ കൊണ്ട് വിളിച്ചു നിർത്തി ജയരാജിൽ നിന്ന് വാങ്ങുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. ഒറ്റ വാക്കിൽ ഉത്തരം പറഞ്ഞാൽ, ആകെ പറഞ്ഞാൽ ആസിഫ് അലി അപമാനിക്കപ്പെട്ടു എന്നുള്ളത് വസ്തുത തന്നെയാണ്. ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തതാണ്. മലയാളത്തിൻ്റെ പ്രിയ നടനാണ്. ഒറ്റയ്ക്ക് ആളുകൾ ഫേസ്ബുക്കിലൊക്കെ കുറിക്കുന്നത് പോലെ ഒറ്റയ്ക്ക് നടന്ന് കയറി വന്ന, പടവെട്ടി കയറി വന്ന നടൻ തന്നെയാണ് ആസിഫ് അലി. ഇപ്പോഴും തൻ്റേതായ വഴിയിലൂടെ തൻ്റേതായ ഇടം കണ്ടെത്താൻ ശ്രമിച്ച, ആ ഇടം കണ്ടെത്തി നിൽക്കുന്ന ആൾ തന്നെയാണ് ആസിഫ് അലി എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഈ വിഷയത്തെക്കുറിച്ച് നമ്മളൊന്ന് പരിശോധിക്കുകയാണ്. യഥാർത്ഥത്തിൽ ആരാണ് ഇതിൽ തെറ്റ് ചെയ്തത്? ആസിഫ് അലി അപമാനിക്കപ്പെട്ടു. ആസിഫ് അലി അപമാനിക്കപ്പെട്ട സാഹചര്യത്തെക്കുറിച്ച് കൃത്യമായി നമ്മൾ ഒന്നുകൂടി വിശകലനം ചെയ്തു വരുമ്പോൾ യഥാർത്ഥത്തിൽ ആരാണ് തെറ്റുകാരൻ? പൊതുവെ ഒറ്റയടിക്ക് പണ്ഡിറ്റ് രമേശ് നാരായണനെതിരെ ആണ് ആളുകളുടെ വികാരം. അതേപോലെ സംവിധായകൻ ജയരാജനെതിരെയും ആളുകൾ പറയുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഇത് യാഥാർത്ഥ്യബോധത്തോടു കൂടി വിശകലനം ചെയ്യുമ്പോൾ ഒന്നാം നമ്പർ തെറ്റുകാരൻ ഇതിൻ്റെ സംഘാടകരാണ് എന്ന് തന്നെ പറയേണ്ടി വരും. ഒരു കാര്യം ചോദിക്കട്ടെ, ഇപ്പോൾ MTയുടെ കഥകൾ ഉൾപ്പെടുത്തിയ കഥാസമാഹാരങ്ങളുടെ സിനിമയാണ് വരാൻ പോകുന്നത്. അതിൻ്റെ ഒരു ലോഞ്ചിങ് ചടങ്ങായിരുന്നു. മമ്മൂട്ടി പോലുള്ളവരാണ് അവിടെ പങ്കെടുക്കുകയും ചെയ്തത്. മമ്മൂട്ടിയും മോഹൻലാലും ഒക്കെ ചേർന്നുകൊണ്ടാണ് പലപ്പോഴും MTയെ പോലെയുള്ള ഒരു മുതിർന്ന ആളിനെ ആദരിക്കുന്ന ചടങ്ങുകൾ പലപ്പോഴും നമ്മൾ കാണാറുള്ളത്. അപ്പോൾ യേശുദാസിന് ഒരു അവാർഡ് കൊടുക്കുകയാണെങ്കിൽ അത് ആര് കൊടുക്കും എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. സമാനമാണ്. അപ്പോൾ രമേശ് നാരായണൻ യഥാർത്ഥത്തിൽ വലിയൊരാളായിരിക്കും എന്ന് പലരും വിലയിരുത്തുന്നുണ്ടാകില്ല. പക്ഷേ ഹിന്ദുസ്ഥാനി സംഗീതത്തിൽ തൻ്റേതായ ഇടം അടയാളപ്പെടുത്തിയ ആൾ തന്നെയാണ് രമേശ് നാരായണൻ എന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷേ ഇങ്ങനെ സ്വീകരിക്കുന്ന വേദിയിൽ രമേശ് നാരായണൻ ഇങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു എന്നുള്ളത് വസ്തുതയാണ്, യാഥാർത്ഥ്യമാണ്. ആസിഫ് അലിക്ക് അത് എത്രത്തോളം അപമാനം ഉണ്ടാക്കുന്ന സാഹചര്യമാണ് എന്നുകൂടി മനസ്സിലാക്കേണ്ടതായിരുന്നു രമേശ് നാരായണൻ എന്ന കാര്യത്തിലും സംശയമില്ല. പക്ഷേ അതിനൊക്കെ അപ്പുറത്തേക്ക് നമ്മൾ ഈ വിഷയത്തെ വിശകലനം ചെയ്യുമ്പോൾ ഇതിൽ സംഘാടകർ തന്നെയാണ് തെറ്റുകാർ എന്ന് തന്നെ പറയേണ്ടി വരും. രമേശ് നാരായണന് ഒരു അവാർഡ് കൊടുക്കുന്നുണ്ടെങ്കിൽ അത് കൊടുക്കേണ്ടിയിരുന്നത് ആ ഒരു ബ്രാൻഡിൽപ്പെട്ട ആളെ കൊണ്ട് തന്നെ വേണമായിരുന്നു എന്നുള്ളതാണ് വസ്തുത. അതായത് സീനിയോറിറ്റി എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ആ യാഥാർത്ഥ്യത്തെ അവഗണിച്ചുകൊണ്ട് ഇപ്പോൾ ആസിഫ് അലി ഒരു ജൂനിയറാണ്, ഒരു പക്ഷേ പ്രായം വെച്ചാലും രമേശ് നാരായണൻ്റെ ഈ കലാരംഗത്തുള്ള സീനിയോറിറ്റി വെച്ചാലും, പക്ഷേ അവർ പരിഗണിക്കേണ്ടിയിരുന്നത് ഒരു പരിധിവരെ. ഇപ്പോൾ ജയരാജനെ പോലുള്ള സംവിധായകർ അവരുണ്ടായിരുന്നു, അവരും സീനിയറാണ്. സീനിയോറിറ്റി ഫലത്തിൽ അംഗീകരിക്കപ്പെടുക എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ പെട്ടെന്ന് വൈകാരികമായി പ്രതികരിച്ചിട്ട് കാര്യമില്ല. അവിടെ ഫലത്തിൽ ആസിഫ് അലിയെ അപമാനിച്ചത് സംഘാടകർ തന്നെയാണ് എന്ന് പറയുമ്പോഴും ഇത്തരം ആളുകളെ കൊണ്ടായിരുന്നു രമേശ് നാരായണൻ അവാർഡ് കൊടുക്കേണ്ടത് എന്നുള്ള യാഥാർത്ഥ്യം അവിടെ നിൽക്കുകയാണ്. നിങ്ങൾ നോക്കൂ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ MTക്ക് ആസിഫ് അലിയെ കൊണ്ടോ ഏറ്റവും കുറഞ്ഞത് പൃഥ്വിരാജിനെ കൊണ്ട് ഒരു പുരസ്കാരം കൊടുപ്പിക്കാൻ തയ്യാറാകുമോ മലയാള രംഗത്തുള്ളവർ? ഇനി മമ്മൂട്ടിക്ക് പൃഥ്വിരാജിനെ കൊണ്ടോ അല്ലെങ്കിൽ ജയസൂര്യയെ കൊണ്ടോ അല്ലെങ്കിൽ ആ നിലയിലുള്ള ഏതെങ്കിലും ഒരു ആളിനെ കൊണ്ട് ഒരു പുരസ്കാരം കൊടുപ്പിക്കാൻ തയ്യാറാകുമോ? നടൻ മധുവിന് ഒരു സീനിയർ നടനല്ലാതെ അതിനപ്പുറത്തേക്ക് താഴെ നിൽക്കുന്ന ഏതെങ്കിലും ഒരു നടനെ കൊണ്ട്, ദിലീപിനെ കൊണ്ടോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ തയ്യാറാകുമോ ആരെങ്കിലും? അവിടെയാണ് ഒരു ഔചിത്യബോധം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതായി മാറുന്നത്. അതായത് സീനിയോറിറ്റി എന്നുള്ളത്, നമ്മളൊരാളെ ഒരു പുരസ്കാരം നൽകുമ്പോൾ, ഒരു മൊമെൻറ്റോ നൽകുമ്പോൾ അതിൽ കുറച്ചുകൂടി ഉയർന്നു നിൽക്കുന്ന ആളാകണം അത് നൽകുക എന്നുള്ളതാണ് ഒരു പൊതു രീതിയുള്ളത്. അതാണ് ഫലത്തിൽ ബഹുമാനിക്കപ്പെടുകയും ചെയ്യുന്നത്. ആസിഫ് അലിയുടെ സ്ഥാനം മറ്റൊന്നാണ്. രമേശ് നാരായണനുമായിട്ട് യഥാർത്ഥത്തിൽ താരതമ്യം ചെയ്യാൻ കഴിയില്ല. നമുക്ക് ആസിഫ് അലി ചെയ്യുന്നതാണോ, ആസിഫ് അലിയാണോ ഒരു പരിധിവരെ ചെയ്യുന്നതാണോ ഉയർന്ന കാര്യം, അതോ രമേശ് നാരായണനാണോ ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ ഒരുപക്ഷെ സെലിബ്രിറ്റി ബ്രാൻഡിൽ ആസിഫ് അലി ഉയർന്നു നിൽക്കുന്ന ആൾ തന്നെയായിരിക്കും. പക്ഷേ
കഥകളി, ശാസ്ത്രീയ സംഗീതം ഇതുപോലെയൊക്കെയുള്ള ആളുകൾ വലിയ കാലങ്ങളായി അധ്വാനിച്ച് അവരെത്തുന്ന ഒരു മേഖലയാണ്, അവരെത്തുന്ന ഒരു പടവാണ് ഇത്തരം പടവുകൾ. അപ്പോൾ അത്രയും കഷ്ടപ്പെട്ട് വന്ന മനുഷ്യരെ സംബന്ധിച്ച് അവർക്ക് അങ്ങനെ ഒരു വേദന ഉണ്ടാകുക എന്നുള്ളത് വളരെ സ്വാഭാവികമായി സംഭവിക്കുന്നതാണ്. താൻ അംഗീകരിക്കപ്പെടണം എന്നുള്ളത്, പ്രത്യേകിച്ച് ശാസ്ത്രീയ കലകളൊക്കെ അഭ്യസിക്കുന്നവരെ സംബന്ധിച്ച് ഗുരു ശിഷ്യൻ എന്നൊക്കെയുള്ള സമ്പ്രദായം ഫലത്തിൽ നിൽക്കുന്നത് കൂടിയാണ്. അവിടെ ഒരു സീനിയോറിറ്റി കാര്യങ്ങളൊക്കെ വളരെ പ്രധാനപ്പെട്ടത് തന്നെയാണ്. അവരങ്ങനെയാണ് ശീലിച്ചു വരുന്നത്. അതുകൊണ്ട് അത് വ്യക്തിപരമായി രമേശ് നാരായണൻ്റെ ഒരു കുഴപ്പമാണ് എന്ന് കരുതാൻ വയ്യ. ഇപ്പോൾ രമേശ് നാരായണൻ്റെ ജാതിയും ആസിഫ് അലിയുടെ മതവും ഒക്കെ പറഞ്ഞുകൊണ്ട് ആളുകൾ ആക്രമിക്കുമ്പോൾ അതൊക്കെ ഒരു അവസരമായി ഫലത്തിൽ പലരും ഇത് ഉപയോഗിക്കുന്നു എന്നത് മാത്രമേ കരുതാൻ കഴിയുള്ളൂ. ഇതൊരു അവസരമാണ്. അതായത് ഇത്തരം ആളുകളെ ചവിട്ടാനുള്ള ഒരു അവസരമാണ്. അല്ലെങ്കിൽ മതം, ആസിഫ് അലിയുടെ മതത്തെ സപ്പോർട്ട് ചെയ്യുകയോ അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ഏത് മതമാണെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തങ്ങളുടെ രാഷ്ട്രീയ ലാഭത്തിനും അല്ലെങ്കിൽ മറ്റുള്ളവരെ, ഇപ്പോൾ രമേശ് നാരായണനെ പെട്ടെന്ന് ആളുകൾ സംഘിയും ആസിഫ് അലിയെ കമ്മ്യൂണിസ്റ്റുകാരനുമാക്കി മാറ്റുകയാണ്. യഥാർത്ഥത്തിൽ ഒരു കമ്മ്യൂണിസ്റ്റ് കുടുംബമാണ് ആസിഫ് അലിയുടേത് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. പക്ഷേ അതിനൊക്കെ അപ്പുറത്തേക്ക് ഇവിടെ സംഘി കമ്മി രാഷ്ട്രീയം എന്ന നിലയിലേക്ക് ഇത് കൊണ്ടുപോകുന്നത് യഥാർത്ഥത്തിൽ രാഷ്ട്രീയ ലക്ഷ്യമുള്ളവരാണ് എന്ന് മാത്രമേ ഇക്കാര്യത്തിൽ പറയാൻ കഴിയുകയുള്ളൂ. അത്തരക്കാരാണ് ഇതിനെ രാഷ്ട്രീയമായി ചിത്രീകരിക്കുന്നത്. രണ്ട് വ്യക്തികൾ തമ്മിൽ ഉണ്ടായൊരു സംഭവമാണ്. അതിൽ രമേശ് നാരായണൻ ആ വേദിയിൽ ഒരാളെ വിളിച്ച ശേഷം അത് സ്വീകരിക്കുക തന്നെ ആയിരുന്നു വേണ്ടത്, വിനയത്തോടു കൂടി സ്വീകരിക്കുകയാണ് വേണ്ടത്. അവിടെ ആസിഫ് അലി കാണിച്ച മാതൃകയാണ്. ഫലത്തിൽ അപമാനിക്കപ്പെട്ടു എന്ന് ആസിഫ് അലിക്ക് അവിടെ വെച്ച് തന്നെ തോന്നിയിട്ടുണ്ടാകും. അതിനും അപ്പുറത്തേക്ക് രമേശ് നാരായണൻ ഇന്നിപ്പോൾ ആസിഫ് അലിക്ക് വിഷമമുണ്ടായെങ്കിൽ മാപ്പ് ചോദിക്കുന്നു എന്ന് പറയുന്നുണ്ട്. ഇന്ദ്രജിത്തിനെ പോലുള്ളവരുടെ മുഖഭാവം ശ്രദ്ധിച്ചാൽ അവർക്ക് മനസ്സിലാകുന്നുണ്ട് ഇക്കാര്യങ്ങളൊക്കെ. പക്ഷേ അവിടെ പുഞ്ചിരിയോടുകൂടി ഈ വിഷയത്തെ നേരിട്ട ആസിഫ് അലിയെ നമ്മൾ അനുമോദിക്കാതിരിക്കാൻ നിർവാഹം ഇല്ല, അനുമോദിക്കാതിരിക്കാനാകില്ല. യഥാർത്ഥത്തിൽ ആസിഫ് അലി വളരെ ഉന്നതമായ ഒരു നില ഇക്കാര്യത്തിൽ സ്വീകരിച്ചു എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. പക്ഷേ അവിടെ മതവും രാഷ്ട്രീയവും കൊണ്ടുവരുന്നവർ അല്പന്മാരാണ്. അവർക്കൊക്കെ പ്രത്യേക ലക്ഷ്യങ്ങളുണ്ട് എന്ന് മാത്രമേ പറയാൻ സാധിക്കുകയുള്ളൂ. അതിനും അപ്പുറത്തേക്ക് രമേശ് നാരായണനെ മാത്രം ഇതിൽ അറ്റാക്ക് ചെയ്യുന്നു എന്നുള്ളത് അതൊരു തരത്തിലും അംഗീകരിക്കാൻ കഴിയില്ല. യഥാർത്ഥത്തിൽ ഔചിത്യത്തോടെ ഇപ്പോൾ രമേശ് നാരായണൻ ഇത് ചോദിച്ചു വാങ്ങുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. ചോദിക്കുമ്പോൾ കൊടുക്കേണ്ട കാര്യവുമില്ല. അങ്ങനെ കൊടുക്കണ്ട എന്നാണ് സംഘാടകർ തീരുമാനിച്ചതെങ്കിൽ അതിൻ്റെയും ഫലത്തിൽ കാര്യമില്ല. അതിനൊക്കെ അപ്പുറത്തേക്ക് നമ്മൾ ഇതിനെ വിശകലനം ചെയ്യുമ്പോൾ സംഘാടകർ തന്നെയാണ് ഇത്തരമൊരു കാര്യത്തിൽ ഒരു ഔചിത്യം കാണിക്കാൻ സംഘാടകർ ഒരു ഉത്തരവാദിത്തം കാണിച്ചില്ല. അതുകൊണ്ട് തന്നെ ഇതിൽ യഥാർത്ഥ കുറ്റക്കാർ സംഘാടകരാണ്. രണ്ടാമത് രമേശ് നാരായണൻ വരികയും ചെയ്യുന്നു. രമേശ് നാരായണൻ കുറ്റം ചെയ്തില്ല എന്ന് ഒരു തരത്തിലും നമുക്ക് പറയാൻ കഴിയില്ല. ജയരാജ് പെട്ടെന്ന് അതിൽ പെട്ടുപോയ ഒരാളാണ്. ഇങ്ങനെ വിളിക്കുമ്പോൾ തൻ്റെ സിനിമയാണ് എന്നുള്ള അർത്ഥത്തിലായിരിക്കും ഒരുപക്ഷെ ജയരാജ് അവിടേക്ക് എത്തി അതിനെ സ്വീകരിച്ചിട്ടുണ്ടാവുക. അതിനപ്പുറത്തേക്ക് അവർ തമ്മിലുള്ള ബന്ധങ്ങളും അത്തരത്തിൽ ഉണ്ടാകാം. പക്ഷേ അതിനൊക്കെ അപ്പുറത്തേക്ക് ജയരാജനെയും സംഘി എന്ന നിലയിൽ കുറ്റപ്പെടുത്തുന്നത് ശരിയല്ല എന്ന് മാത്രം പറയുകയാണ്. നിങ്ങളുടെ ഈ വിഷയത്തിലെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, മറ്റു സുഹൃത്തുക്കൾക്ക് അയച്ചു കൊടുക്കണം. മറ്റൊരു വീഡിയോ ഉടൻ കാണാം. നന്ദി.